എന്തൊക്കെയാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്ന ഒരു വ്യക്തി ഈ കടന്നു പോകുന്ന ഗ്രൂമിങ് പ്രോസസ്സ്, അതല്ലെങ്കിൽ അത് ചെയ്യുന്ന ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ? പ്രധാനമായും 5 സ്റ്റെപ്പുകളിലൂടെയാണ് സാധാരണഗതിയിൽ കുട്ടിക്ക് പരിചയമുള്ള വ്യക്തികളിൽ നിന്നുള്ള ചൂഷണം നേരിടുമ്പോൾ കടന്നു പോകുന്നത്. ആദ്യമായിട്ട് ഇത്തരം വ്യക്തികൾ ശ്രദ്ധിക്കുന്നത് ഐഡൻറ്റിഫൈങ് ദ വിക്ടിമാണ്. അവരൊരു ടാർഗറ്റ് കണ്ടെത്തും. എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നില്ല. കൂടുതലായിട്ട് പീഡിപ്പിക്കാൻ സാധ്യത കൂടുതലുള്ള കുട്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഉദാഹരണത്തിന്, കുടുംബത്തിനുള്ളിൽ പ്രശ്നം, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം, അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്നും വഴക്കാണ്, അവർ ലഹരിയുടെ ഉപയോഗത്തിലാണ്, കുട്ടിയുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല, കുട്ടിയെ പറയുന്നൊന്നും കേൾക്കാൻ അവർ നിൽക്കുന്നില്ല, കുട്ടികളുടെ കഴിവുകളെ അപ്രീസിയേഷൻ ചെയ്യുന്നില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ കൂടുതൽ വൾനറബിൾ ആണെന്ന് ഇത്തരം വ്യക്തികൾക്ക് അറിയാം. അതേപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിലെ കുട്ടികൾ, അതേപോലെ തന്നെ അത്തരത്തിലുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും കുറവുകളുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികൾ അവർ പ്രതിരോധിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് ഇത്തരം കുട്ടികളായിരിക്കും കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യപ്പെടുക. ഇത്തരത്തിലുള്ള ടാർഗറ്റിനെ കണ്ടെത്തിയ ശേഷം രണ്ടാമതായിട്ട് അവർ ചെയ്യുന്നത് ഗെയിനിങ് ദ ട്രസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ആണ്. എങ്ങനെ ഇവരുടെ ട്രസ്റ്റ് നേടിയെടുക്കാം? അതിനായിട്ട് ഇവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്യാം, മാതാപിതാക്കളിൽ നിന്നും കളക്ട് ചെയ്യും. എന്തൊക്കെയാണ് ഇവരുടെ നീഡ്, എന്തൊക്കെയാണ് ഇവർക്ക് ലഭിക്കാതെ പോകുന്ന കാര്യങ്ങൾ, സ്നേഹമാണോ, ഇവരോട് സംസാരിക്കാൻ കഴിയാത്തതാണോ, ഇവരുടെ കഴിവുകളെ അപ്രിസിയേഷൻ ചെയ്യാനില്ലാത്തതാണോ, അതോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ, അതോ റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് ഇല്ലാത്തതാണോ, ഇത്തരത്തിലുള്ള കുട്ടികളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലായിട്ട് ഇവർ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിലായിട്ട് ഫില്ലിംഗ് ദ നീഡും അതേപോലെ തന്നെ ഇവരെ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഇവരുടെ ട്രസ്റ്റ് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് ഇവരുടെ നീഡ് അനുസരിച്ച് ഇവരോട് പെരുമാറുക, കൂടുതൽ സമയം കൊടുക്കുക, അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക, അവരുടെ അപ്രീസിയേഷൻ ആണെങ്കിൽ അത് കൊടുക്കുക, ക്യാഷിൻ്റെ ആവശ്യങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊടുക്കുക. ഇങ്ങനെ അവരുടെ നീഡ് അറിഞ്ഞ് അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഒരു ട്രസ്റ്റ് നേടുകയും പതുക്കെ അവരുടെ വേണ്ടപ്പെട്ട മാതാപിതാക്കളിൽ നിന്നും മറ്റുള്ളവർ ഫ്രണ്ട്സിൽ നിന്നും അവരെ ഒന്ന് അകറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമതായിട്ട് ഇവർ ചെയ്യുന്നത് ഈ ചെറിയ രീതിയിലുള്ള ഒരു ലൈംഗിക ചേഷ്ടകൾ ഇവർ പുറത്തെടുക്കും. അവർ കുട്ടിയെ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. കുട്ടി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ചെറിയ രീതിയിലുള്ള തൊടലും ഹിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് മെരുക്കാൻ പറ്റുമോ, കുട്ടി വീട്ടിൽ പോയി പറയുന്നുണ്ടോ, പറഞ്ഞാൽ മാതാപിതാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള അറിയാനായിട്ട് പ്രതി ഒന്ന് സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കുകയും അതിനുശേഷം അതിൻ്റെ റെസ്പോൺസ് അറിയാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. ചില കുട്ടികൾ മടിക്കുമെങ്കിൽ ആ സമയത്ത് ഓക്കെ ഇതൊക്കെ കൂളായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഫിറ്റ് ആവില്ല, ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ എന്നുള്ള തെറ്റായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഇൻഫർമേഷനും ഇവർക്ക് പാസ് ചെയ്യാറുണ്ട്. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഇതൊരു സീക്രട്ട് പ്ലേ ആണ്, ഇത് വേറെ ആരോടും പറയേണ്ട കാര്യമില്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ തമ്മിലൊരു സീക്രട്സ് ഇല്ലേ, ഇത്തരം സീക്രട്സ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കാറുണ്ട്. ചില കുട്ടികളെങ്കിലും വീട്ടിൽ പറയുമ്പോൾ അവരത് കാര്യമാക്കില്ല, തമാശയായിട്ട് എടുക്കുക, അല്ലെങ്കിൽ വെറുതെ പറയുന്നതാണെന്നും അതങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ കളയുകയാണെങ്കിൽ അതും ഇവർക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നു. പിന്നീടുള്ള അഞ്ചാമത്തെ ഫൈനൽ സ്റ്റേജിലാണ് ഇവർ പൂർണ്ണമായിട്ടും കുട്ടിയെ ഇതിൽ കൺട്രോൾ എടുക്കുകയും കുട്ടിയെ ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അത് ഒരു തവണയാകാം, പലതവണയാകാം, വർഷങ്ങൾ നീണ്ടു നിൽക്കാം, ഒന്നിലധികം ആളുകളുമാകാം. ഈ സമയത്ത് കുട്ടി മാനസികമായും ശാരീരികമായും തളരുകയും അതേപോലെ തന്നെ കുട്ടിയുടെ മേൽ ഇവരൊരു കൺട്രോൾ ഏറ്റെടുക്കുകയും കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സീക്രട്ട് പ്ലേ ആണെന്ന് പറഞ്ഞ് ഇമോഷണലി കുട്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ചിലരെങ്കിലും അവരുടെ ഫോട്ടോസും വീഡിയോസും കാണിച്ച് ത്രട്ടൻ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാകുകയില്ല. എന്തോ ഒരു കളിയാണ്, നമുക്ക് വിശ്വാസമുള്ള, തന്നോട് സ്നേഹമുള്ളതല്ലേ, തൻ്റെ അച്ഛനും അമ്മയ്ക്കും വിശ്വാസമുള്ള ഒരാളല്ലേ എന്ന രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ഇവിടെ ആരുടെ തെറ്റാണ്? എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ നിൽക്കുന്ന നിഷ്കളങ്കരായ കുട്ടിയുടെ തെറ്റാണോ? കുട്ടി ഉപദ്രവിക്കുന്ന ആളുടെ തെറ്റാണോ? അതോ കുട്ടിക്ക് വേണ്ട പരിചരണവും കുട്ടിക്ക് വേണ്ട കെയറും കുട്ടിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാതെ, അല്ലെങ്കിൽ കുട്ടി ഇത്തരം കാര്യങ്ങൾ വന്നു പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യാതെ
അതോ തൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് അനാവശ്യമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളുകളെ നമ്മൾ അവരെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മാതാപിതാക്കളാണോ? ആരാണ് ഇവിടെ തെറ്റുകാർ? എന്താണ് ഇതിന് ചെയ്യാൻ കഴിയുക? ഇനി ഇങ്ങനെ നമ്മുടെ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം? എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഇങ്ങനെ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിഷയങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സജഷൻസ് നൽകാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.